തേപ്പില് രണ്ട് തരമുണ്ട്. നമ്മളാരും തേച്ചിട്ടൊന്നുമില്ല. അച്ഛൻ 26 വയസ്സിൽ കല്യാണം കഴിച്ചാണ്. പിന്നിപ്പോ തേക്കണേ പിന്നെ അമ്മ തേച്ചിട്ട് പോണം. മദ്യം കഴിക്കുന്ന ഒരാള് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇതുവരെ മദ്യം കഴിച്ചിട്ടില്ല. മനുഷ്യനുണ്ടായ കാലം മുതൽക്ക് തൊട്ടേ ഈ ആണും പെണ്ണും കല്യാണം കഴിക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് വന്നു ഇരിക്കട്ടെ. ഇതിന് പ്രശസ്തി ഇല്ല. അപ്പോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രവീണ. ഇവർ രണ്ടുപേരും ആരാണ്? ഞാൻ പ്രവീണയുടെ അച്ഛനാണ്. ഞാൻ പ്രവീണയുടെ അമ്മയാണ്. ഓക്കെ. സോ ഇന്ന് വീഡിയോ എടുക്കുന്ന എന്താന്ന് പറഞ്ഞാല് ഇതെന്റെ പുതിയ ചാനലാണ്. അപ്പൊ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ നമ്മുടെ നാട്ടില് കുട്ടികള് അച്ഛടുത്തും അമ്മടുത്തും ചോദിക്കാൻ മടിക്കുന്ന, എന്നാൽ അവർക്ക് അറിയാൻ ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് അവരോട് ചോദിക്കാൻ പോവാണ്. അപ്പോ റെഡിയാണ്? ഓക്കെ. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നുന്നത്? അത് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് അതൊക്കെ അന്വേഷിച്ച് അറിഞ്ഞിട്ട് വേണം ഒരു കുട്ടിയോട്, ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി. അങ്ങനെയാണെങ്കിൽ ലവ് മാരേജ് കുഴപ്പമില്ല. വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഒരു കുട്ടി കാണാൻ സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ആ കുട്ടിയെ ലവ് ചെയ്യുന്നതില് അത് ശരിയല്ല. അത് പോയിന്റ്. ഓക്കെ. അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം? അത് തന്നെയാണ്. ഇനി ആദ്യം അമ്മ പറഞ്ഞാൽ മതി, കാരണം അച്ഛൻ എന്താ. ഓക്കെ. അടുത്ത ചോദ്യം എന്താന്ന് പറഞ്ഞാല്, ഫ്ലേട്ടിങ്ങിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഫ്ലേട്ടിംഗ് എന്ന് പറഞ്ഞാല് പഞ്ചാരടി. ആദ്യം അമ്മ പറഞ്ഞു. പഞ്ചാരയെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. പഞ്ചാരടി ആൾക്കറിയില്ല, എനിക്കറിയാവുന്ന. അപ്പൊ എനിക്ക് ചെറുപ്പത്തിലെ ജോലി ഞാൻ ചോദിക്കട്ടെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കാണാം ജോലി. അല്ല, അമ്മ പറഞ്ഞത് അല്ല, ഞാൻ ചോദിച്ചത് പഞ്ചാരടി നല്ലതാണെന്നാണോ തോന്നുന്നത്, അതോ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണോ തോന്നുന്നത്? അങ്ങനെ ടൈം പാസ് നേരം നോക്കാൻ നല്ലാതെ എനിക്ക് അതിനെ പറ്റി കൂടുതൽ അറിയില്ല. ഓക്കെ. അച്ഛൻ എന്താണ് അഭിപ്രായം? അല്ല, നമ്മളുടെ എന്താ പറയാ, ഇപ്പൊ എനിക്കൊക്കെ ഇപ്പൊ ഇത്രയും ഇതായി. അപ്പോ എന്റെ ചെറുപ്പത്തിലൊക്കെ നമ്മളും പഞ്ചാര അടിച്ചിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, ഒക്കെ ശരിയാണ്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്താണ്, നമ്മൾക്കത് നടക്കുമ്പോ ഒരു ലിമിറ്റ് വേണം. അതായത് ചുമ്മാ നമ്മൾക്കൊരു ടൈം പാസ് തന്നെയാണ്. അത് പഞ്ചായത്ത് എന്ന് വെച്ചപ്പോ ഗൗരവമായിട്ട് നമ്മൾ എടുക്കുന്ന കാര്യമൊന്നുമില്ല. ആ സമയത്ത് നമ്മളുടെ പ്രായം, ഇപ്പൊ നമ്മൾക്ക് ഒരു 16 വയസ്സ് 18 വയസ്സൊക്കെ പ്രായമുള്ള ആ ഒരു ഘട്ടത്തില് ആ സമയത്ത് നടക്കുന്ന ഒരു പ്രവണതയാണ് കുട്ടികൾക്ക്, പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി, ആ ഒരു ഘട്ടത്തിൽ വരുന്ന ഒരു സംഭവമാണ് ഈ പഞ്ചാരടി എന്ന് പറയുന്നത്. ഇപ്പോ 50 വയസ്സായ ഒരു വ്യക്തി പഞ്ചാരടിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 50 വയസ്സായ പഞ്ചാരടിക്കുന്നവരുണ്ട്. അത് പഞ്ചാരടിയല്ല മോളെ, അത് ഞരമ്പ് രോഗം എന്ന് പറയും. അല്ല, അത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അതിനൊരു ഒരു പ്രായമുണ്ട്, പക്വതയുണ്ട്. അതായത് 12 വയസ്സ് 15 വയസ്സ് പ്രായത്തിൽ, അല്ലെങ്കിൽ 18 വയസ്സ് താഴെയുള്ള പ്രായത്തിലാണ് നമ്മൾ ഈ പഞ്ചാരടി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് നടക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് താല്പര്യം തോന്നില്ല. തോന്നായല്ല, പക്ഷെ അത് ഒരു 80% ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് നമുക്ക് എന്താ പറയാ, ഒരു ടൈം പാസ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാല്, ഒരു പെൺകുട്ടി ഷോർട്സ് ഇട്ടിട്ട്, ഒരുപാട് കുട്ടി ഉടുപ്പിട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ പോസ്റ്റ് ചെയ്യാണ്, ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാണ്. അതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ, ആ കുട്ടി അതുകൊണ്ട് ആ കുട്ടി മോശം കുട്ടിയാണെന്നോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നോ ഒന്നും പറയാൻ പാടില്ല. ഈ കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാടാണ് ആ കുട്ടിയെ മോശമാക്കുന്നത്. ആ കുട്ടിയെ നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതെന്തുകൊണ്ടാ? ആ കുട്ടി ചെയ്തത് കാണുന്നവർക്കുള്ള കാഴ്ചപ്പാട്.
ആ കാഴ്ചപ്പാടാണ് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത്. അടുത്തതൊരു ചിന്തിച്ച് പറയേണ്ട കാര്യമാണ്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അതായത് ഒരു 22 വയസ്സുള്ള പെൺകുട്ടി ഒരു 40-50 വയസ്സായ ഒരാളെ കല്യാണം കഴിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? 50 വയസ്സാക്കില്ലേ, 40 വയസ്സ്. 20 വയസ്സായിട്ടുള്ള പെൺകുട്ടി 20-25 വയസ്സായിട്ടുള്ള ഒരു കുട്ടി 40 വയസ്സായിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അവിടെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ സാധാരണ ഒരു അറേഞ്ച്ഡ് മാരേജ് ഒരു 50 വയസ്സായുള്ള പഴയ കാലത്തെ പോലെ 50 വയസ്സായുള്ള 40 വയസ്സായുള്ള ഒരാള് ചെറിയ കുട്ടീനെ കാണാൻ വന്ന് അവരുടെ കൺസെന്റ് ഇല്ലാതെ കല്യാണം കഴിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടുപേര് തമ്മിൽ പ്രണയത്തിലാവാണ്. ഒരു 22 വയസ്സായ ഒരു പെൺകുട്ടിയും 40 വയസ്സായുള്ള ഒരാളും തമ്മിൽ പ്രണയത്തിലാവുകയാണെങ്കിൽ അവര് കല്യാണം കഴിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും നല്ല കാര്യമാണത്, നല്ലതാണത്. എന്താന്ന് വെച്ചാ ഈ കല്യാണം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ്. അതായത് മനസ്സ്വാതന്ത്ര്യമാണ് രണ്ട് വ്യക്തികളുടെ. അതിൽ പ്രായം എത്രയാണെന്നോ അതുപോലെ തന്നെ സൗന്ദര്യം എങ്ങനെയാണെന്നോ ഇതൊന്നും അവിടെ വിഷയമല്ല. മനസ്സിൽ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അവരുടെ അതിൽ വരുന്ന ഭവിഷ്യത്ത് അല്ലെങ്കിൽ നല്ലത് ചീത്ത എല്ലാം അത് അവര് തന്നെ സഹിച്ചോളൂ. വരാനില്ല അവിടെ. കാരണം എനിക്കിപ്പോ തോന്നുകയാണ്, എനിക്ക് ഈ റൂട്ട് കൂടെ ഞാൻ ആലത്തൂർ പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പോയിരിക്കും. അതെന്റെ അതിൽ വരുന്ന എല്ലാ കോൺസിക്വൻസസും നമ്മൾ തന്നെ നേരിടുന്നു. പെൺകുട്ടികളെ ഇപ്പൊ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളെ പ്രായമായിട്ട് കല്യാണം കഴിച്ചു. അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ആൺകുട്ടിക്ക് എന്നെ എന്തോ ഇഷ്ടപ്പെടുന്നില്ലേ എന്നുള്ള ഒരു ധാരണ പാടില്ല. മനസ്സിലായി? അത് പിന്നീട് വരാൻ സാധ്യതയുണ്ട്, കൂടുതലും സാധ്യതയുണ്ട്. അതായത് അമ്മ ഉദ്ദേശിച്ചത് പിന്നീട് ഒരിക്കൽ ഇപ്പം നമ്മൾ എടുത്ത ഡിസിഷൻ തെറ്റാണെന്ന് തോന്നാനുള്ള ആ രീതിക്കുള്ളതാവരുത്. അത് ആൺകുട്ടികളെ പ്രത്യേകം, അതായത് ആ ഒരു കോംപ്ലക്സ് പിന്നീട് ഭൂരിപക്ഷം വരും. അത് വരാതിരിക്കാൻ നോക്കേണ്ടത് രണ്ടാളുടെ സത്യസന്ധമായിട്ട് ഉത്തരം പറയണത്. കാരണം അതന്നെ ഞാൻ പറഞ്ഞു. അതല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ഇതുപോലെ ഒരു 40 വയസ്സായ ഒരാളെ കല്യാണം കഴിക്കാൻ പോവാണെങ്കിൽ ഇതിന്റെ അഭിപ്രായം പറയൂ എന്നുള്ളതാണ്. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതില് എന്ത് ഭവിഷ്യത്ത് വരുന്നുണ്ടോ അതൊക്കെ നമ്മൾ അനുഭവിച്ചല്ലേ പറ്റും. ഗ്രേറ്റ്. അതായത് ആ തെറ്റുകൾ നമ്മള് അതിലെന്ത് തെറ്റ് വന്നാലും നമ്മളത് അംഗീകരിക്കാനും നമ്മളത് സഹിക്കാനും തയ്യാറായതുകൊണ്ടല്ലേ നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതാ പറഞ്ഞത്. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് റെക്കോർഡാക്കി വെച്ചാലേ ഇത് ഭയങ്കര പ്രശ്നം കേട്ടോ. ഒരു പ്രശ്നമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് റെഡി. കാണാൻ ഭംഗി ഉണ്ടാവുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് അടുത്ത ചോദ്യം. അതായത് ഇപ്പോ ഒരാള് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിലും സാധാരണ ജീവിക്കുമ്പോൾ ആണെങ്കിലും ഒരാളെ കാണാൻ ഭംഗി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോ അച്ഛനെ അമ്മയുടെ മോളായതുകൊണ്ട് ഞാൻ ഭംഗി ഉണ്ടാവും എന്നാണ് ഏതച്ഛനോ അമ്മയ്ക്കും അവരുടെ മക്കൾ ഭംഗി ഉണ്ടായിട്ടാണ് തോന്നുന്നത്. ഞാൻ നിങ്ങളുടെ മകളല്ലായിരുന്നു എങ്കിലും ഞാൻ ഭംഗി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതോടെ പറയാം. ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയിലുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാ ഭംഗി എന്ന് പറയുമ്പോ ഒരു കുട്ടി നമ്മളോട് അല്ലെങ്കിൽ ഒരു ആള് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മള് അയാളുടെ ഭംഗിയല്ല നമ്മൾ ആസ്വദിക്കുന്നത്, അയാളുടെ സംസാരം എങ്ങനെയാണോ, സ്വഭാവ രീതി എന്താണോ അതാണ് നമ്മൾ നോക്കുന്നത്. ഒരു കുട്ടിയെ കണ്ടിട്ട് നമ്മൾ ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ ഭംഗിയുണ്ട്. അത് നമ്മുടെ കാഴ്ചയുടെ രീതിയാണ്. നമ്മുടെ കണ്ണിലേക്ക് എങ്ങനെ കാണുന്നോ അതുപോലെ ഇരിക്കും. പക്ഷെ ശരിക്കുള്ള രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, അത് ഭംഗി പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ. ഇപ്പൊ നീ ഞങ്ങളുടെ മോളല്ല എങ്കിൽ ഇവിടെ വന്നു നോക്കുക, നമ്മുടെ വീട്ടിൽ വന്നു നോക്കുക. അപ്പൊ ഞങ്ങളിപ്പോ കുട്ടി കുഴപ്പമില്ല എന്ന് പറയണമെങ്കിൽ കുറെ സൗന്ദര്യം ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ.
നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ പെരുമാറ്റ രീതി, ഇതൊക്കെ ആണ് നമ്മൾ ഭംഗിയെ കണക്കൂട്ടുന്നത്. ഓക്കെ, അമ്മയ്ക്കും അങ്ങനെ തന്നെയാണോ? തന്നെയാണ്. ഡേറ്റിങ്ങിനും കല്യാണം കഴിക്കാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വയസ്സ് ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പെൺകുട്ടികൾക്ക് 22 വയസ്സിന് ശേഷം, അപ്പോഴേ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവുള്ളൂ. ഓക്കെ. ആൺകുട്ടികൾക്ക് ഒരു 25 വയസ്സെങ്കിലും ആകുമ്പോഴാണ് അവർക്കും പക്വത വരുള്ളൂ. അപ്പൊ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് പക്വത വരും, അവർക്ക് വരും. ഓക്കെ. 25 വയസ്സിന് ശേഷം, 25 വയസ്സിന് അങ്ങനെ ആ സമയത്ത് നമുക്ക് കല്യാണം. ഭാവി ജീവിതത്തെ പറ്റിയിട്ടും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയും നമ്മളുടെ ജോലിയെ പറ്റിയും പഠിത്തത്തിനെ പറ്റിയും നല്ലൊരു മൈൻഡ് നമുക്കുണ്ടാവും. ഈ പറഞ്ഞ ഒരു ടൈമാണ് നമ്മളിപ്പോൾ മോള് ചോദിച്ചതിൻ്റെ ഒരു സമയം. നമ്മുടെ പഠിക്കുകയും നമ്മുടെ കാര്യം നോക്കണമെങ്കിൽ കുറച്ചുകൂടി പ്രായമായിട്ടുള്ള ഒരു ഇതാണ് ഏറ്റവും നല്ലത്. അതായത് 15 വയസ്സിന് ആ ശേഷം ഒരു ഇത് കളിയാണ്. കാരണം പിണങ്ങും, ചിലപ്പോൾ ഇട്ടിട്ട് പോകും, ചിലപ്പോൾ തെറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നീടാവുമ്പോൾ തെറ്റും ശരിയും തിരിച്ചറിയും. അപ്പോൾ നമ്മളിതിന് തെറ്റ് ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ പക്വത, ഒരു പക്വത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് വരണമെങ്കിൽ എന്തായാലും ഒരു 20 വയസ്സ് കഴിയണം. അത് നമ്മൾക്ക് അതുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അതിന് മുന്നുള്ളത് അതെന്തായാലും ഈ ഒരു 15 വയസ്സിന്റെ താഴെ ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 18 വയസ്സിന് താഴെ ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് 15 വയസ്സിന് മുകളിലേക്ക് 20 വയസ്സ് 22 വയസ്സിന് താഴെ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് വളരെ ഡേഞ്ചർ പിടിച്ചൊരു സംഭവമാണ്. ഏത് സമയത്തും ചീറ്റി പോവാം. ഇപ്പോഴുള്ള മക്കളൊക്കെ പറയുന്നില്ല, എന്നെ തേച്ചു പോയി, എന്നെ ഉരച്ചു പോയി എന്നൊക്കെ പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ്. അല്ല, അത് ശരിയാണ്. കാരണം ഈ 15-16 വയസ്സില് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കുട്ടികളുടെ. ഇപ്പൊ അല്ല പിന്നെ പറഞ്ഞല്ല, ഇപ്പോ ഈ കാലഘട്ടത്തില് ഒരു 25 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പറയുന്നുണ്ടോ എന്നെ തേച്ചിട്ട് പോയി, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പറയുന്നുണ്ടോ അവളെന്നെ തേച്ചിട്ട് പോയി? 25 വയസ്സിന് താഴെ അല്ലാതെ അല്ലല്ല, ഉണ്ട് അത്യാവശ്യം ഇല്ല എന്നല്ല ഞാൻ പറയുന്നുണ്ട്, ഇല്ലായല്ല. പക്ഷെ എന്നിരുന്നാലും 16 വയസ്സ് 18 വയസ്സ് 20 വയസ്സ് ഉള്ള ഒരു കുട്ടി ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല 25 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്നത്. തേപ്പില് രണ്ട് തരമുണ്ടേ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് നമ്മളാരും തേച്ചിട്ടൊന്നുമില്ല. അച്ഛൻ 26 വയസ്സിൽ കല്യാണം കഴിച്ചാണ്. പിന്നിപ്പോ തേക്കണേ പിന്നെ അമ്മ തേച്ചിട്ട് പോണം. അതിപ്പോ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, അല്ല പറയാ. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാല്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാലോ. റിലേഷൻഷിപ്പ് വഴിക്ക് വരാതെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്യുവർ ഫ്രണ്ട്സ് ആയിട്ട് ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും ഇരിക്കാം, അതിനൊന്നും യാതൊരു സംശയമില്ല. ഇനി അതിന്റെ കാരണങ്ങൾ ചോദിച്ചാലും പറയാം. അല്ല, നമ്മളുടെ ഈ മനസ്സിനകത്ത് ദുഷ്ടചിന്തകളില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഫ്രണ്ട്സ് തന്നെയാണ്. പക്ഷെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ ദുഷ്ടചിന്തകൾ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത് ഒരു ദുഷ്ടചിന്തയായിട്ട് അങ്ങനെ അല്ലല്ലോ. അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ കണ്ണിലുള്ള കാഴ്ചപ്പാട് വേറൊരു തരത്തിലാവാം. ഇപ്പോ അച്ഛൻ പഠിക്കുന്ന സമയത്തൊക്കെ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ടീച്ചർ പഠിപ്പിച്ചു തരുമ്പോൾ ടീച്ചറിന്റെ കണ്ണിലേക്ക് നോക്കണം. ഞാൻ പറഞ്ഞത് ഇത് ടീച്ചറിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കണമെങ്കിൽ. സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ കണ്ണിലേക്ക് പോകണം. അപ്പൊ നമ്മളുടെ കണ്ണിലുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ ഫ്രണ്ട് ആവണോ അതോ ലവർ ആവണോ എന്നുള്ളത് നമ്മളുടെ കണ്ണിലുള്ള കാഴ്ചപ്പാടാണ്. തീർച്ചയായിട്ടും. അപ്പൊ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഫ്രണ്ട്സ് ആയിട്ട് അല്ല, ഫ്രണ്ട്ഷിപ്പ് പോസിബിൾ അല്ല എന്നുള്ളതൊന്നും ഇല്ല, അതൊന്നും അങ്ങനെയില്ല. അടുത്ത ചോദ്യം എന്താന്ന് പറഞ്ഞാല്, ചോദ്യം വരട്ടെ, കുഴപ്പമില്ലല്ലോ. അറിയുന്ന കാര്യങ്ങൾ നമുക്ക് പറയുന്നത് എന്താണ്, മക്കളുടെ അടുത്തല്ലേ പറഞ്ഞു തരുന്നത്. ഇതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ കുടുംബത്തും സ്വന്തം മക്കളെ ഇരുത്തിയിട്ട് അച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ കുട്ടികള്
എന്താ പറയാ ഒരിക്കലും കൂടുതൽ തെറ്റിലേക്ക് കിടക്കാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു കേട്ടോ, അത്രേ ഉള്ളൂ. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം. അതായത് ചീത്ത വാക്ക് പറയുന്നതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? അതായത് ഒരു കുട്ടി ചീത്ത വാക്ക് പറയാമെങ്കിൽ അത് എപ്പോഴാണ് പറയാൻ പറ്റുക, അല്ലെങ്കിൽ അത് പറയാൻ പാടുണ്ടോ, അതോ ഒരു സിറ്റുവേഷൻ വന്നാലും ചീത്ത വാക്ക് പറയരുത്, അത് തെറ്റാണ്, അങ്ങനെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചീത്ത വാക്കുകളെ കുറിച്ചിട്ട്? ഇപ്പോഴൊക്കെ ബീപ്പിടാത്ത സിനിമയിൽ വരെ ചീത്ത വാക്കുകൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ബെസ്റ്റ്. നമ്മൾ വളർന്നു വന്ന രീതി അങ്ങനെ അല്ലാത്തത് കൊണ്ട് അതിനെക്കൊണ്ട് നമുക്ക് യോജിക്കുന്നില്ല. നമ്മൾ ചീത്തവാക്കുകളിൽ നിന്ന് നമ്മൾ അങ്ങനെ അധികം പറയാത്തത് കൊണ്ടും നമ്മളെ പറയാത്തത് കൊണ്ടും നമ്മൾ അതിനെ പറ്റി യോജിക്കുന്നില്ല. ചീത്തവാക്ക് എന്ന് പറയുന്നത് അത് ശരിയല്ല, അത് പറയുന്നത് ശരിയല്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞ എന്താ പറയുക, ആ ഒരു രീതി നമ്മളുടെ മനസ്സിനകത്ത് വരാൻ പാടില്ല. ചീത്തവാക്ക് അത് നമ്മുടെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കളയേണ്ടത് സംഭവമാണ്. അതെന്ന് വെച്ചാൽ അപ്പോൾ ഒരു കുട്ടി ചീത്തവാക്കുകളിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുക, ചീത്തവാക്ക് പറയുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുട്ടി വലിപ്പമായി ഒരു കല്യാണം കഴിച്ചു, ആ ഒരു കുടുംബമായി, അപ്പോഴും ഈ ആളുടെ മനസ്സിൽ നിന്ന്, ഈ കുട്ടിയുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഇയാളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് വിട്ടു പോകുന്നില്ല. വീട്ടില് മക്കള് ഒരു വലുതാവുന്നതിനനുസരിച്ചിട്ട്, മക്കള് പ്രായമാവുന്നതിനനുസരിച്ച് കുട്ടിയിൽ നിന്ന് മുതൽ തൊട്ടേ ആ കുട്ടിക്ക് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതേ മാർഗമുള്ളൂ. പിന്നെ ഒരു കുട്ടി മനഃപൂർവ്വം ഞാൻ ചീത്ത വാക്കേ പറയുള്ളൂ, എനിക്കിതേ അറിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഒരു തരത്തിലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി ഇപ്പോ മദ്യം കഴിക്കുന്ന ഒരാള് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഇതുവരെ മദ്യം കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്ന ഒരാള് ഇത്തിരി അല്പം വൈനൊക്കെ കുടിച്ചിട്ടുണ്ട്, അതല്ല മദ്യം കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം അതെനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അല്ല, ഞാനിപ്പോ വീഡിയോയിൽ ഇതാവാൻ വേണ്ടി പറയല്ല, ഞാൻ യഥാർത്ഥം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ മദ്യം കഴിക്കുന്ന ഒരാളോട് നിങ്ങൾ മദ്യം കഴിക്കരുത് കേട്ടോ, ശരീരത്തിന് കേടാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മദ്യം കഴിക്കൽ നിർത്തുന്നില്ല. അത് അയാളുടെ മനസ്സിനകത്തുനിന്ന് വരണം. എനിക്കിത് പാടില്ല, ഞാനിത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലിവറൊക്കെ അടിച്ചു പോവും എന്ന് ഇയാൾ സ്വയം ചിന്തിക്കണം. എനിക്ക് മനസ്സിലായി. അതായത് ഒരു തെറി പറയുന്ന ഒരാളെ നമ്മൾ പിടിച്ച് റെസ്ട്രിക്ട് ചെയ്ത് നിങ്ങൾ ഒരിക്കലും തെറി പറയരുത് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ തെറി പറയുന്നത് ശരിയല്ല എന്നാണ് ദൂഷ്യഭാഗം പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാല് LGBTQ കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ്. LGBTQ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ എന്ന് പറഞ്ഞിട്ട്, അതായത് സാധാരണ ആളുകൾ ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കും. അതാണ് കൂടുതലായിട്ട് കാണുന്നത്. സാധാരണ എന്ന് പറയാനും പാടില്ല, അതാണ് കൂടുതലായിട്ടുള്ളത്. അതല്ലാതെ 2 പെൺകുട്ടികൾ തമ്മിൽ കല്യാണം കഴിക്കാം, 2 ആൺകുട്ടികൾ തമ്മിൽ കല്യാണം കഴിക്കാം. അതല്ലാതെ ചിലർക്ക് ആൺകുട്ടികളോടും പെൺകുട്ടികളോടും 2 പേരോടും സെക്ഷൽ ഫീലിങ്സ് തോന്നുന്നവരുണ്ടാവാം. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? ഒരാണിനെ ഇഷ്ടപ്പെടുന്നത് അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ നമ്മൾക്ക് കൈകടത്താനോ അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാനോ പറ്റില്ല. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു എന്ന് പറയുന്നത് അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് നമ്മൾക്കൊരിക്കലും അത് മാറ്റാൻ കഴിയില്ല. എന്റെ മനസ്സിൽ തോന്നുകയാണ് ഞാൻ ഒരാണിനെ കല്യാണം കഴിച്ച് ഞാൻ ഇരിക്കുകയാണ് എന്നെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് എനിക്ക് അതാണ് ഇഷ്ടം, എനിക്ക് ജീവിക്കാൻ അതാണ് ഇഷ്ടം. ആകെ ഒരു ജീവിതം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഒരു ലെസ്ബിയനാണ്, ഞാനൊരു പെൺകുട്ടിനെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഞങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പൊ എന്റെ മോളായിട്ട് പറയല്ല, അതായത് നിനക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിന്റെയാണ്, ഞങ്ങളല്ല അതിന്റെ ആൾക്കാര്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവാം, പക്ഷെ അത് അംഗീകരിക്കാൻ തയ്യാറാണെങ്കിലേ ഞങ്ങളുടെ അഭിപ്രായത്തിന് വിലയുള്ളൂ. ശരിയാണ്. ഒരു ഗേനെ സംബന്ധിച്ചിടത്തോളം, ഒരു ലെസ്ബിയനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ എന്റെ മോളാണെങ്കിൽ നീ പറയണ അച്ഛാ എനിക്കൊരു പെൺകുട്ടിനെ കല്യാണം കഴിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് എന്നോട് പറയുകയാണെങ്കിൽ ഞാനത് വേണ്ട എന്നൊരു വാക്ക് ഞാൻ പറയും. ആ വാക്ക് എടുക്കാൻ താല്പര്യം കാണിക്കുകയാണെങ്കിലേ പിന്നെ അതിന് പ്രശസ്തി ഉള്ളൂ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു തരും, പിന്നെയും സാധിക്കില്ലെങ്കിൽ പിന്നെ നിവർത്തിയില്ലോ.
അല്ല അതെന്താ പറഞ്ഞാല് ഇതാണ് ഞാൻ പറഞ്ഞത്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതെ, ഇപ്പൊ എന്റെ അഭിപ്രായം തന്നെ ഒരു അച്ഛനമ്മ എന്ന നിലയ്ക്ക് സ്നേഹം കൊടുക്കുന്നതിനൊപ്പം തന്നെ കൊടുക്കേണ്ട ഒരു കാര്യമാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളത്. തീർച്ചയായിട്ടും അതാണ് അത് വേണം. പിന്നെ വേറൊരു കാര്യം, ഇപ്പം നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു കാര്യം അച്ഛനമ്മമാരോട് പറയാൻ ധൈര്യം ഒന്നാമത് കുട്ടികൾ കാണിക്കില്ല. കാണിച്ചാൽ തന്നെ അവർ സമ്മതിക്കാതിരിക്കാനുള്ള മെയിൻ റീസൺ നാട്ടുകാരെന്താണ് വിചാരിക്കുക എന്നുള്ള ഒരു കാര്യം. ഒരു അച്ഛനും അമ്മയും പെൺകുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ആ ഒരു നാട്ടുകാരെ ആലോചിച്ചിട്ടാണ് അവര്. ഇല്ല, അത് എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞില്ലേ, തുടക്കം മുതലേ, അതായത് മനുഷ്യനുണ്ടായ കാലം മുതൽക്ക് തൊട്ടേ ഈ ആണും പെണ്ണും കല്യാണം കഴിക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് വന്നു ഇരിക്കട്ടെ, ഇതിന് പ്രശസ്തി ഇല്ല. അപ്പോ ഇതൊരു വിഷയമായിരിക്കില്ല. ഇതൊരു വിഷയമല്ല. മെജോറിറ്റി ആൾക്കാര് ആൺകുട്ടികളെ പെൺകുട്ടികളെ കല്യാണം കഴിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സാധനം. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ നമ്മള് എന്താ പെണ്ണ് കെട്ടണ്ടേ? ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, പെണ്ണ് കെട്ടണ്ടേ എന്നാ ചോദിക്കുന്നത്. ഒരു ആണിനെ കെട്ടണ്ടേ ആരെങ്കിലും ചോദിക്കുന്നില്ല. എന്താ പറയുക, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഇത്രയും വയസ്സായി, ഞാൻ വയസ്സ് പറയുന്നില്ല, ഇത്രയും വയസ്സ്. 32. ശരി, അങ്ങനെ ആവട്ടെ. അപ്പൊ ഒരാണിനെ കെട്ടണ്ടേ എന്ന് ഒരാളും ചോദിക്കില്ല, പെണ്ണ് കെട്ടണ്ടേ എന്നേ ചോദിക്കുള്ളൂ. എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മളുടെ രാജ്യത്ത്, നമ്മളുടെ നാട്ടില്, അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തില് അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് ആ വാചകം വരുന്നത്. ഒരു പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ഒരു ആൺതുണ വേണ്ടേ എന്നേ ചോദിക്കുള്ളൂ. അല്ലാണ്ട് ഒരു പെണ്ണിനെ കെട്ട് എന്ന് പറയുമോ പെൺകുട്ടിനോട്? ഒരു ആൺതുണ വേണ്ടേ കുട്ടിക്ക് എന്നും ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യത്തിന് പ്രശസ്തി ഇവിടെ കൂടുന്നത്. ആണും കൂടിയിട്ട് കല്യാണം കഴിക്കുന്നത്, പെണ്ണായിട്ട് കല്യാണം കഴിക്കുന്നതിന്റെ പ്രശസ്തി കൂടി വരാൻ കാരണം ഇത് തന്നെയാണ്. ഇത് സാധാരണമാവണം. അടുത്ത ചോദ്യം ചോദിച്ചാലോ എന്നാല്? ഓക്കെ, ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ പാർട്ടി വേണം കേട്ടോ. ചായ അത് തരുമല്ലോ. അല്ലെങ്കിൽ പ്രഞ്ചോട്ടം പറയാണ്, എനിക്ക് കുട്ടികൾ ഉണ്ടാവാൻ താല്പര്യമില്ല, എനിക്ക് മക്കൾ വേണ്ട എന്ന് പറഞ്ഞാല് നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മക്കള് വേണ്ട എന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നത് തന്നെ നമ്മളെ നമ്മുടെ രക്ഷിതാക്കള് നമുക്ക് ജന്മം തന്നതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ജന്മം കൊടുത്തെങ്കിൽ ഈ എന്താ പറയാ ഇത് നിലനിൽക്കുള്ളൂ. അത് അല്ലാത്തൊരു കാര്യത്തിനോട് എനിക്ക് അത്ര യോജിപ്പ് നമുക്ക് ഇല്ലാതാവുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മള് ഒരാളെ ഡിസൈഡ് ചെയ്യാണ്, അപ്പോഴേ ജീവിതത്തിലൊരു അതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ശരിയാണ്, ഇപ്പൊ നിങ്ങള് കുട്ടികളെ വളർത്തിയിട്ടുള്ളതുകൊണ്ട് അതിന്റെ സന്തോഷം എന്താണ്, ഗുണങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട് പേര് ഇങ്ങനെ കുട്ടികള് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തില് ആഫ്റ്റർ ഓൾ അത് അവരുടെ ചോയ്സ് തന്നെയാണ്. പക്ഷെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഇവനൊരു കൗൺസിലിംഗ് വരെ കൊടുക്കാം. അതായത് അതിന്റെ കുട്ടികൾ ഇത് അവർ എടുത്ത തീരുമാനം തെറ്റല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അത് അവരുടെ ചോയ്സ്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ എന്നാല്, ലിവ് ഇൻ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എന്നാണ്. ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞുതരാം, കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുക, രണ്ടുപേര് തമ്മിൽ. കല്യാണം കഴിക്കാതെ ഇപ്പൊ നിയമങ്ങളൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ലോകത്ത് എല്ലാവരുടെ ഇഷ്ടം പോലെ അങ്ങ് പോകാമല്ലോ. കല്യാണം അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്നൊരു വസ്തുവിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പൊ ഡേറ്റിംഗ് ഒക്കെ ആവുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്പിൽ പോലും ഒരു പെൺകുട്ടി ആൺകുട്ടീനെ കാണാൻ പോകുമ്പോൾ ആൺകുട്ടി പെൺകുട്ടീനെ കാണാൻ പോകുന്ന സമയത്ത് അവരെ ഏറ്റവും ബെസ്റ്റ് ഉടുപ്പിട്ടിട്ട് അവരവരുടെ നല്ല വശങ്ങൾ കാണിക്കാനാണ് നോക്കുക. അതേ സ്ഥാനത്ത് രണ്ടുപേര് തമ്മിൽ ഒരു വീട്ടിൽ താമസിച്ച് കഴിയുമ്പോൾ ഒരുപാട് നാൾ അവർക്ക് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു
കല്യാണം കഴിക്കാം, പിന്നീട് കഴിക്കാം, അത് ഇല്ല. പക്ഷെ അത് അതിനു മുമ്പ് രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് താമസിക്കണു, മനസ്സിലാക്കണു എന്നുള്ളതിൽ എന്താണ് തെറ്റ്? അതിനിപ്പം പ്രീമാരിറ്റൽ സെക്സ് ആണ് അവിടുത്തെ ഇത്. അതായത് കല്യാണത്തിന് മുമ്പ് സെക്സ് പാടില്ല എന്നുള്ള ഒരു അഭിപ്രായം കൊണ്ട് ആണോ? നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവണമെന്നില്ല ഈ രണ്ട് വ്യക്തികളുടെ മനസ്സ് തമ്മിൽ. കല്യാണത്തിന് മുമ്പ് നമുക്ക് പരസ്പരം അങ്ങും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ബോധം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായേ? രണ്ടുപേർക്കും ഒരേ മനസ്സിനകത്ത് ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്, എനിക്ക് ഇയാളെ പറ്റി മനസ്സിലാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഈ കുട്ടിയെ പറ്റി മനസ്സിലാക്കണം എന്നുള്ള ബോധം മനസ്സിലുണ്ടെങ്കിൽ അവിടെ അതൊരു തെറ്റായിട്ട് വരുന്നില്ല അവിടെ. അപ്പൊ ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള സേഫ് സെക്സ് ആണ് ഉദ്ദേശിച്ചത്, അതായത് വിത്ത് പ്രിക്കോഷൻസ് സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കല്യാണത്തിന് മുമ്പ് മറ്റേ സെക്സ് ചെയ്യുന്നതോടുകൂടി അതിന് നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം കല്യാണം അത് എപ്പോ വേണമെങ്കിലും നമുക്ക് മാറാം. നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും കല്യാണം കഴിഞ്ഞാലും മാറാം. പക്ഷെ എന്നിരുന്നാലും കല്യാണത്തിന് മുൻപ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി, അത് അവിടെ ബ്രേക്ക് ചെയ്ത് പിന്നെ വേറൊരാളെ കല്യാണം കഴിച്ച്, അപ്പൊ ഒരു റിഗ്രറ്റിന്, അതായത് അതിന് ശേഷം അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നല് നമ്മളെ ചിലപ്പോൾ ഹോണ്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവാം. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതായത് ഉറപ്പില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഇപ്പം ഈ ഇദ്ദേഹത്തെ തന്നെ കല്യാണം കഴിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണോ ഇത് പറയുന്നത്? അല്ല, അതില് നമ്മളുടെ ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഇപ്പോ കല്യാണത്തിന് മുമ്പ് നമ്മൾ ഒരു സെക്സ് പരസ്പരം ഒരു സെക്സിലേക്ക് ഏർപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തന്നെ തോന്നും ചിലപ്പോൾ അത് വേണ്ട, ഇത് ശരിയാവില്ല. അത് നമ്മുടെ മനസ്സാണ്, മൈൻഡാണ് നമ്മളുടെ. കാരണം അങ്ങനെ പല ചിന്തകളും നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേണ്ടാന്ന് വെക്കാവുന്ന തരത്തിൽ എത്തിപ്പോവത്. അതുകൊണ്ട് അതിൽ അങ്ങനെ കിടക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. മറ്റുള്ള സ്വഭാവങ്ങൾ അറിഞ്ഞു വെക്കാം. അടുത്ത ചോദ്യം എന്താന്ന് പറഞ്ഞാല് കഴിഞ്ഞില്ലേ, പോളിഗമിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? പോളിഗമി എന്ന് പറഞ്ഞാല് ഒരു ആൺകുട്ടി ഒന്നിൽ കൂടുതൽ പേരെ കല്യാണം കഴിക്കുക, ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കുക ഒരേ സമയം, ഒരേ ടൈമിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാവുക എന്നുള്ളത്. ഈ ചോദിക്കുന്ന ചോദ്യം നമ്മളുടെ കേരളത്തിൽ ഉൾപ്പെടുന്നതാണോ അതോ ലോകത്ത് മൊത്തം ഉൾപ്പെടുന്നതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായമാണ്. ഇപ്പം നാട്ടില്, നമ്മുടെ നാട്ടില് അങ്ങനെ പറയും നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു സംഭവം കൂടുതലില്ലാത്തത് കൊണ്ട് നമ്മളുടെ കൾച്ചർ അതിനെ അനുവദിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞാൽ നമ്മളുടെ ഭാര്യ, നമ്മളുടെ കുടുംബം, മക്കള്, അങ്ങനെ ഒരു രീതിക്കാണ് പോകുന്നത്. അതിൽ മറ്റൊരു ആള് ഇത് ചെയ്യുമ്പം നമ്മൾക്ക് എന്താ പറയുക, അവിടെ സ്നേഹത്തിന് വിള്ളൽ പറ്റും. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ആ കുടുംബത്തിൽ യോജിപ്പില്ലാതെ വരും. അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മളുടെ കൾച്ചറാണത്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോ സൗദി അറേബ്യ അതുപോലെ തന്നെ മറ്റുള്ള മുസ്ലിം കൺട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ 7 പെണ്ണ് 6 പെണ്ണിനേക്ക് കെട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഉണ്ട്, ഹാപ്പിയാണ്. 75 വയസ്സായിട്ടുള്ള ഒരാള് കല്യാണം കഴിക്കുന്ന 25 വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് അറിയാവുന്ന ഒരു ആളാണ്. അപ്പൊ അത് നമ്മുടെ ഇവിടെ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നെ ഈ ചോദ്യം ഇവിടെ വരില്ല. പക്ഷേ സക്സസ്ഫുൾ ആയിട്ട് രണ്ടുപേരെ കല്യാണം കഴിക്കുന്ന ഫാമിലീസ് ഉണ്ട്. അവർക്ക് ഭാര്യമാരെ നോക്കാനുള്ള കഴിവുണ്ട്. അതല്ലെങ്കിൽ ഭാര്യമാരിൽ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറയട്ടെ, എന്റെ അനുഭവത്തിൽ എന്റെ എനിക്ക് ശമ്പളം തരുന്ന അറബിക്ക് 3 ഭാര്യമാരാണ് നിലവിലുള്ളത്. നേരത്തെ കല്യാണം കഴിച്ച് കുറെ മരിച്ചു, അതൊക്കെ പോയി. 3 ഭാര്യമാർക്ക് മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ 3 കാർട്ടൂൺ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചാൽ 3 വീട്ടിലേക്ക് കൊടുക്കണം. 3 വീട്ടിൽ താമസിക്കണം. 3 വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക്. 3 വീട്ടിൽ ഓരോ കാർട്ടൂൺ ഉരുളക്കിഴങ്ങ് കൊടുക്കും, ഓരോ കാർട്ടൂൺ തക്കാളി കൊടുക്കും, ഓരോ കാർട്ടൂൺ വെണ്ടയ്ക്ക കൊടുക്കും. അതിന് കഴിയുന്ന വ്യക്തികൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് കെട്ടാം. അല്ല, ഇതില് എന്താന്ന് വെച്ചാൽ ഇതിലിപ്പോ നമ്മൾക്ക് ഇപ്പൊ ഈ
മോളുടെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന പോലുള്ള ആൻസർ ഒക്കെ പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ആർക്കെങ്കിലും ഇത് പറയുന്നതിൽ എതിർപ്പ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ അല്ല, നമ്മളെന്താന്ന് പറഞ്ഞാല് ഇതൊരിക്കലും ലോകത്തിലെല്ലാവരും ഇതുപോലെ ആവണം, ഇതാണ് ശരി എന്നുള്ള പ്രസ്താവനയൊന്നും അല്ല. അച്ഛടെ അമ്മയുടെയും ഒപ്പീനിയൻസ് മാത്രമാണ് ഇത് എന്നാണ്. അതെ, അത് ഞങ്ങളുടെ മാത്രമാണ്. അതായത് മറ്റുള്ളവർക്ക് ഇത് ബാധകമൊന്നുമില്ല. കാരണം വെച്ചാൽ കേൾക്കേണ്ടവർക്ക് കേൾക്കാം, കേൾക്കാത്തവർക്ക് അത് തേച്ചിട്ടാണ് പോവാം. അല്ല, എന്തായാലും എനിക്കൊരു ഒരുപാട് പ്രൗഡ് തോന്നുകയാണ്. കാരണം എൻ്റെ ഈ പ്രായത്തില് പല കുട്ടികൾക്കും വീട്ടില് ചോദിക്കാൻ മടിയുള്ള, ചോദിക്കാൻ ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇത്ര കൂളായിട്ട് ഇങ്ങനെ അത് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, സെക്സ് എന്നൊരു വാക്ക് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ കേൾക്കാനും അത് ഇത്ര കൂളായിട്ട് എടുക്കാനും മക്കളെ ചോദിക്കുന്നതിൽ പറഞ്ഞു തരാൻ സന്തോഷം. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. ആൻഡ് ഈ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.